കൂട്ടുകാരെ, ഞാൻ ഇന്നൊരു സ്ഥലം വരെ പോവുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓണപ്പരിപാടിക്ക് പോവാട്ടോ. ഇന്ന ആരും ഓണത്തിന് വിളിച്ചില്ല, പക്ഷേ ഒരാൾ മാത്രം വിളിച്ചു കേട്ടോ. അത് എൻ്റെ പ്രിയപ്പെട്ട ഒരു അച്ഛനാണ്, ഒരു പള്ളിയിലെ അച്ഛനാണ്. അങ്ങനെ ആ പരിപാടിക്ക് വേണ്ടി പോവുകയാണ്. നല്ല മഴയുണ്ട്, അങ്ങനെ നടന്ന് പോവുക കേട്ടോ. കുറച്ച് ദൂരമുണ്ട് ഇവിടുന്ന്, ഏകദേശം 2 മണിക്കൂർ യാത്ര ഉണ്ട്. പക്ഷേ അച്ഛൻ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ പോവാതിരിക്കില്ല, അതാണ് ഞാൻ. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലെത്തി ട്രെയിൻ കാത്തിരിക്കുകയാണ്. എനിക്ക് താനേന്ന് ഇവിടുന്ന് താനെ വരെ പോകണം. താനേന്ന് പിന്നെ വേറൊരു ട്രെയിനിൽ കയറി. ട്രെയിനിനെ കുറിച്ച് തിരക്കൊക്കെ ഉണ്ടല്ലോ. സൺഡേ ആയതുകൊണ്ട് നല്ല റഷാണ്, സീറ്റൊന്നും കിട്ടിയില്ല. അങ്ങനെ തൂങ്ങിപ്പിടിച്ച് നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ സ്ഥലത്ത് എത്താതായിട്ടുണ്ട് ഗൈസ്. സ്ഥലത്ത് എത്തി, പക്ഷേ നല്ല മഴ ആയതുകൊണ്ട് എനിക്ക് സ്ഥലമൊന്നും അധികം വശമില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് നടക്കുകയാണ്. അപ്പോൾ നല്ലൊരു പാലം കണ്ടു കേട്ടോ. അപ്പോൾ എന്നോട് പറഞ്ഞു അവിടുന്ന് ഒരാൾ, ഇങ്ങനെ വഴി ചോദിക്കും എവിടെയാണെന്നൊക്കെ. അങ്ങനെ പറഞ്ഞു ഓട്ടോയിൽ പോയാൽ മതി പറഞ്ഞു. അങ്ങനെ ഓട്ടോ പിടിച്ച്, പക്ഷേ കുറച്ച് ദൂരമേ ഉള്ളൂ. പക്ഷേ ആൾ എൻ്റെ കയ്യിൽ നിന്ന് 100 രൂപ വാങ്ങിച്ചിട്ടോ. എന്താ ചെയ്യുക, എനിക്കറിയില്ല. ഈ സത്യം പറഞ്ഞാൽ എനിക്ക് സ്ഥലം അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചു 100 രൂപയ്ക്ക് അത്യാവശ്യം ലോങ് ആയിരിക്കും. പക്ഷേ തൊട്ടടുത്ത് ഒരു 50 രൂപയ്ക്കൊക്കെ ഓക്കെ, പക്ഷേ ഈ 100 രൂപ കുറച്ച് കൂടിപ്പോയി. എന്തായാലും പോട്ടെ. അപ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും സ്ഥലത്ത് എത്തണം, അത്രേ ഉള്ളൂ. അതായത് ഞാൻ പിന്നെ പൈസ ഒന്നും നോക്കിയില്ല. അപ്പോൾ അങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ കാണാൻ നല്ല മൊഞ്ചില്ലേ, ഞാൻ നല്ല മൊഞ്ചനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ, ഡ്രസ്സൊക്കെ മാറ്റി. പിന്നെ ഒരു രസം, ഓട്ടോയിലൊക്കെ പോകാനൊരു രസമല്ലേ. സാധാരണ ബസ്സൊക്കെ പിടിച്ചാൽ പോലെ, പക്ഷേ പിശുക്കത്തന്നെ ഞാൻ കുറച്ച്. അങ്ങനെ അവിടെ എത്തിയപ്പോൾ പള്ളിയാണ്. ഞാൻ പറഞ്ഞല്ലോ നമ്മൾ അച്ഛനെ കാണാൻ വേണ്ടി പോവുകയാണെന്ന്. അപ്പോൾ അച്ഛൻ്റെ പ്രാർത്ഥനയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ. കുർബാനയാണോ സത്യം പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ ഞാനും അതിൽ കയറി ഇരുന്നു കേട്ടോ. കുറച്ചേരം ഇരുന്ന് കേട്ടുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഇവിടെ ഓണപ്പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട്, ഹാപ്പി ഓണം എന്നൊക്കെ എഴുതി. അത് കണ്ട് ഇപ്പം ഇവിടെയാണ് നമ്മുടെ ഓണപ്പരിപാടിയും ഓണസദ്യയും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇതൊരു ചർച്ചിൻ്റെ ഹാളാണ്. ഇവിടെ ഒരുപാട് കുട്ടികൾ കളിക്കണമൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ വന്നിരുന്നു. അപ്പോൾ ഇരുന്നതിന് ചുമ്മാ ഫോണൊക്കെ നോക്കിയിരുന്നു. ഇങ്ങനെ ഒരു സർക്കിൾ കാണുന്നത്, അത് എന്തിനാണെന്നൊന്നും അറിഞ്ഞൂടാ. പൂക്കളിടാനാണോ അതോ ഇനി വേറെ ഗെയിംസിനാണോ? അപ്പോൾ കുട്ടികളിങ്ങനെ കളിക്കണതാണ് കേട്ടോ. കുട്ടികളിങ്ങനെ എന്തോ ഓട്ട മത്സരം എന്തൊക്കെയോ കളിക്കുകയാണ്. അപ്പോൾ അതൊക്കെ നോക്കിയിരുന്നു കുറച്ച് നേരം. അതൊക്കെ നോക്കി നമ്മുടെ പഴയ കാലങ്ങളൊക്കെ ഓർമ്മ വന്നു. നമ്മൾ കുട്ടിക്കാലത്ത് ഇങ്ങനെ ഓട്ട മത്സരം വെക്കുമല്ലോ, അതൊക്കെ എനിക്ക് ഓർമ്മ വന്നത് കണ്ടപ്പോൾ. അത് കഴിഞ്ഞപ്പോൾ ഒരു ചായയും 2 ബണ്ണും അവിടുന്ന് കിട്ടി. ബണ്ണ് നമുക്ക് ഇഷ്ടമുള്ളത്ര എടുക്കാം കേട്ടോ, ഞാൻ 2 എടുത്തോളൂ. അപ്പോൾ അത് കുടിച്ച് ഇങ്ങനെ ഇരുന്നപ്പോൾ നമ്മളെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും താഴെ എത്തിയിട്ടുണ്ട്. അപ്പം എന്തോ ഗെയിംസും കാര്യങ്ങളൊക്കെയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ കുറച്ച് ആ സർക്കിൾ എന്തിനായിരുന്നു ഇപ്പോഴാണ് മനസ്സിലായത്. അതിൻ്റെ അകത്ത് കുറച്ച് മിഠായി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ചെറിയ കുഞ്ഞു മക്കളോട് അവരുടെ പാരൻസ് പറയും ആ മിഠായി എടുത്തിട്ട് ഞങ്ങൾ കൊണ്ടുതരാണ്. ഏറ്റവും കൂടുതൽ മിഠായി ആർക്കാണോ കിട്ടുന്നത് അവരാണ് ഇതിൻ്റെ വിന്നർ. അപ്പോൾ ഈ കൊച്ചു മക്കളിങ്ങനെ കുറേ പേര് എടുത്ത് കുറേ വാരിക്കോരിയൊക്കെ കൊണ്ടുകൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പയ്യനെ മിഠായി കിടക്കുമ്പോൾ ഞാൻ ചോദിച്ചേടാ മോനെ എനിക്കൊന്ന് തരുമോ ചോദിച്ചു. അപ്പോൾ അവൻ എനിക്കൊന്ന് തന്നു കേട്ടോ. നല്ലൊരു ചെക്കൻ. അവർ ടിൻസാണ് ആക്ച്വലി. പിന്നെ പിള്ളേരുടെ ലെമൺ സ്പൂണാണ്. അപ്പോൾ കുട്ടികളിങ്ങനെ സ്പൂണൊക്കെ വെച്ചിട്ട് നമ്മൾ പണ്ട് സ്കൂളിൽ കളിക്കുന്ന പരിപാടിയില്ലേ, സ്കൂളിലും അത് ഓണപ്പരിപാടിയൊക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ മ്യൂസിക്കൽ ചെയറാണ്. ഇത് ആദ്യം ലേഡീസാണ് കേട്ടോ. ഒരു 16 വയസ്സ് മുതൽ ഒരു 50 വയസ്സുള്ള ലേഡീസിൻ്റെ. അപ്പോൾ അതായിരുന്നു ആദ്യം. അത് കഴിഞ്ഞിട്ട് പിന്നെ ആണുങ്ങളുടെ മ്യൂസിക്കൽ ചെയറാണ്. അപ്പോൾ ഇത് ഞാൻ കുറച്ച് നേരം നോക്കിയിരുന്നു. രസമുണ്ടായിരുന്നു. നല്ല പാട്ടൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ അവരിങ്ങനെ എന്താ പറയുക ഓടുന്നതും അവസാനം ഒരു വിന്നറാവുന്നതും രസമുണ്ടായിരുന്നു. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോൾ ഒരു ഭയങ്കര ഹാപ്പിനെസ് ആട്ടോ. കാരണം എന്താ അറിയില്ല, നമ്മൾ ഓരോ സ്ട്രെസ് എന്നൊക്കെ വരികയില്ലേ, ആ സമയത്ത് നമ്മളിങ്ങനെ ഇതുപോലത്തെ ഒരു ആക്ടിവിറ്റീസ് കാണുമ്പോൾ മനസ്സിന് ഭയങ്കര ഒരു സന്തോഷം. കാരണം ഇതൊക്കെ ഇങ്ങനത്തെ ഓരോ പ്രോഗ്രാംസിന് എന്തെങ്കിലും ഓണത്തിനോ വിഷുവിനോ അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ ഇങ്ങനത്തെ ഓരോ പരിപാടികൾ. അപ്പോൾ ഇതിലൊരാൾ വിന്നറായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ വയസ്സായ 50 വയസ്സ് മുതൽ ഉള്ള ആളുകളുടെ മ്യൂസിക്കൽ ചെയറാണ്. അതായത് അമ്മച്ചിമാരുടെ. അമ്മച്ചിമാർക്ക് നടക്കാനൊക്കെ കുറച്ച് പ്രയാസമുണ്ട്, പക്ഷേ അവർ കുറേ പേര് നടക്കുന്നുണ്ട് കേട്ടോ. പതുക്കെ നടക്കണുള്ളൂ. അപ്പോൾ ഇതിൽ ഒരു വിന്നറായിട്ടുണ്ട് ഒരാൾ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പുരുഷന്മാരുടെ ഉണ്ടായിരുന്നേ. സത്യത്തിൽ ഞാൻ ഉണ്ടായിരുന്നു ഇതിൽ, പക്ഷേ ഞാനൊരു കാര്യം മറന്നുപോയി. അത് ഒരാളെ കയ്യിൽ കൊടുക്കാൻ ഷൂട്ട് ചെയ്യാൻ. അപ്പോൾ ഞാൻ തോറ്റതിന് ശേഷം എടുത്ത വീഡിയോ ആണിത്. ഞാൻ പരാജയപ്പെട്ടതിന് ശേഷം. അതുകൊണ്ട് പുരുഷന്മാർ അച്ഛൻ കണ്ടോ കിടന്ന് ഓടുന്നു, അച്ഛൻ ഓടുന്നുണ്ട്, എല്ലാവരും ഓടുന്നുണ്ട്. അപ്പോൾ ഇതിലൊരാൾ വിന്നറായിട്ടുണ്ട്. അപ്പോൾ അത് രസമുണ്ടായിരുന്നു കേട്ടോ, കാണാൻ രസമുണ്ടായിരുന്നു എല്ലാവരും കിടന്ന് ഓടുന്നത് കാണാൻ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ പുരുഷന്മാരുടെ
അപ്പോൾ അത് കഴിഞ്ഞ് കൊച്ചു പിള്ളേരുടെ മത്സരാട്ടോ, കസാരക്കളിയാണ്. അപ്പോൾ കൊച്ചു പിള്ളേർ കിടന്ന് ഓടുകയാണ്. സത്യം പറഞ്ഞാൽ കൊച്ചു പിള്ളേർ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. കാരണം അവർക്ക് സത്യത്തിൽ ഒരു ഐഡിയ ഒന്നുമില്ല, അവർ ചുമ്മാ കിടന്ന് ഓടുകയാണ്. അവിടെ തിരിക്കാൻ പറയുമ്പോൾ അവർ ഓടിച്ചെന്ന് തള്ളിയിട്ടിരിക്കുന്നുണ്ട് മറ്റുള്ള പിള്ളേർ കേട്ടോ. അതാണ് ഒരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നിയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ കുടം തല്ലി പൊട്ടിക്കണ പരിപാടി കേട്ടോ, മൺകുടം. പക്ഷെ അത് കറക്റ്റായിട്ട് അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്, അപ്പോൾ അവർ പൊട്ടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് സദ്യ വിളമ്പുകയാണ്. നല്ല വിശപ്പുണ്ട്. പായത്തെ പന്തി തന്നെ ഞാൻ കയറി അങ്ങ് ഇരുന്ന്. അപ്പോൾ മുതിർന്നവർക്ക് ഇരിക്കാനുള്ളതായിരുന്നു കേട്ടോ ആദ്യത്തെ പന്തി. പക്ഷെ ഞാനൊരു സൈഡിൽ സീറ്റ് കേട്ടപ്പോൾ ഞാൻ കയറി അങ്ങ് ഇരുന്ന്. എനിക്ക് വിശന്നിട്ട് കുടൽ കരഞ്ഞിരിക്കുമോ. അപ്പോൾ ഇങ്ങനെ ഓരോന്നായിട്ട് വിളമ്പുന്നുണ്ട് ആളുകൾ. അപ്പോൾ സത്യം പറഞ്ഞ 1 വർഷം മുമ്പ് കഴിച്ചതാണ്. അതിന് ശേഷം ഇപ്പോഴാണ് സത്യത്തിൽ മര്യാദയ്ക്ക് സദ്യ പോയിട്ട് മര്യാദയ്ക്ക് ചോറ് പോലും കഴിച്ചിട്ട് വർഷങ്ങളായി. അപ്പോൾ എന്താ പറയുക, അവസ്ഥ മനസ്സിലാക്കുക. അപ്പോൾ ചിപ്സും ഒക്കെ വന്നിട്ടുണ്ട്. ഇതെൻ്റെ കൂടെ ഇരിക്കുന്ന ശാലിനിയാണ്. ശാലിനി ഒരു ട്രാൻസ്വുമണാണ്. അപ്പോൾ ഞങ്ങൾ ഒന്നിച്ചാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഫുഡ് ഇങ്ങനെ ഓരോന്നോരോന്ന് വരുന്നുണ്ട്. തോരൻ വന്നു, പിന്നെ പച്ചടി, അച്ചാറ്, ഇഞ്ചിക്കറി, പപ്പടം, പഴം, പിന്നെ ശർക്കര വരട്ടി, ചിപ്സ്, പിന്നെ ഓലനോ കാളനോ അവിയൽ, എന്തൊക്കെയോ വരുന്നുണ്ട് കേട്ടോ. കൂട്ടുകറി, എന്തൊക്കെ ഐറ്റംസ് ഉണ്ട്, ഒരുപാട് ഐറ്റംസ് ഉണ്ട്. പിന്നെ ചോറ് ലാസ്റ്റാണ് വരിക കേട്ടോ. അങ്ങനെ ഓരോന്നായിട്ട് വിളമ്പുമ്പോൾ ചോറ് വന്നു. പിന്നെ എന്തോ സാമ്പാറുണ്ട്. സാമ്പാർ ലാസ്റ്റ് വന്നിട്ടുള്ളത്. പരിപ്പാണ് അതിൻ്റെ മുമ്പ് വന്നത്. നെയ്യ് ഒഴിക്കുന്ന പറഞ്ഞത്, പക്ഷെ എനിക്ക് നെയ്യ് വേണ്ടാന്ന് പറഞ്ഞു, എനിക്ക് താല്പര്യമില്ല. അപ്പോൾ പരിപ്പ് കറിയും കൂട്ടി കഴിക്കുകയാണ് ഗൈസ്. നല്ല വിശപ്പുണ്ട്. അപ്പം സാമ്പാർ ഒഴിച്ചിട്ടുണ്ട്. സാമ്പാറും എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. കണ്ടല്ലോ, നല്ല കളർഫുള്ളായിട്ടുള്ള സദ്യയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് മറ്റുള്ള ആളുകൾ, നമ്മൾ കൂടെ ഇരിക്കുന്ന ആളുകൾ ഫുഡ് കഴിക്കുകയാണ്. എല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ പറയല്ലേ, നല്ല അസൽ സദ്യ. ഞാനിങ്ങനെ ഓരോ ഉരുള ഇങ്ങനെ എന്താ പറയുക, കൂട്ടിക്കൊഴിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് അത് കഴിഞ്ഞ് അവസാനത്തെ സംഭവം എന്താ പറയുക, പായസം. അടപ്രഥമൻ എൻ്റെ ഫേവറേറ്റ്. അതും പഴം. ഈ പഴം അങ്ങോട്ട് കിട്ടുന്നില്ല കേട്ടോ. പഴവും പപ്പടും ഇതങ്ങ് മിക്സ് ചെയ്ത് അങ്ങ് കഴിക്കണം കൂട്ടുകാരെ. ഞാനത് ഇങ്ങനെ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കങ്ങനെ ഒരു ആവേശം കേട്ടോ അങ്ങനെ ചെയ്യാൻ. അപ്പോൾ അതങ്ങ് കുഴച്ചിട്ടാണ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നൊന്നര ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര ടേസ്റ്റ് കേട്ടോ. നമ്മളെ വയറും മനസ്സും നിറയും അമ്മാതിരി ടേസ്റ്റ്. അങ്ങനെ എൻ്റെ സംഭവം കഴിഞ്ഞു കണ്ടോ, ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഫുഡ് സെർവ് ചെയ്യണം. ഞാൻ അവസാനം എൻ്റെ ഫുഡിങ് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ സെർവ് ചെയ്യാൻ ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇവിടെ ഒത്തിരി പേരുണ്ട്. ഇവരൊക്കെ ഇങ്ങനെ എല്ലാവരും കമ്പനിയായി. ഞാൻ ആദ്യം ഇച്ചിരി ചമ്പലുണ്ടായിരുന്നു, കാരണം അറിയാത്ത ആളുകളല്ലേ. പിന്നെ അങ്ങ് ഇറങ്ങി, മുണ്ടൊന്നും എടുത്തില്ല, എന്നാലും അങ്ങ് ഇറങ്ങി. അങ്ങനെ എല്ലാവർക്കും സദ്യയൊക്കെ എല്ലാം വിളമ്പിക്കൊടുത്ത് അവസാനം ഒരു ഗ്ലാസ് പായസം ഞാൻ അങ്ങ് എടുത്ത് ഗൈസ്. ഇതൊരു എന്താ പറയുക, അവസാനം നമ്മൾ കുടിക്കല് ഗ്ലാസ്സിൽ, അതാണ് എനിക്കങ്ങനെ തോന്നി കുടിക്കാൻ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അവസാനത്തെ ഗ്ലാസ്സാണ്. അതൊക്കെ കുടിച്ച് കഴിഞ്ഞ് നമ്മളെ അവസാനത്തെ പന്തിയിൽ അച്ഛൻ്റെ വൈഫ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവരവസാനം ഇരുന്നു, എല്ലാവരും കഴിച്ച ശേഷമായിരുന്നത്. അപ്പം ഇത് ലാസ്റ്റ് റോ ആണ്. അപ്പോൾ ഇതാണ് ആ പള്ളി കേട്ടോ. ഇത് ഉല്ലാസനഗറിലുള്ള ചർച്ചാണ്, മാർ തോമസ് ചർച്ചാണ്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി നിൽക്കുവാണ്. അപ്പോൾ എല്ലാവരും യാത്രയൊക്കെ പറഞ്ഞ് നല്ല പോലെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ് ഗൈസ്. അപ്പോൾ ഇത് ആ പള്ളിയുടെ ഒരു ബാക്ക് സൈഡ് കാണിക്കുകയാണ് ഞാൻ. സത്യത്തിൽ നല്ല അടിപൊളി പരിപാടിയായിരുന്നു. ഞാൻ നല്ല പോലെ എൻജോയ് ചെയ്തു, എനിക്ക് നല്ല പോലെ ഇഷ്ടമായി. അപ്പോൾ തിരിച്ച് ഞങ്ങൾ ഇങ്ങോട്ട് കാറിലാണ് പോകുന്നത്. കാരണം അവിടുന്ന് കുറച്ച് ദൂരമുണ്ട്. ഞാൻ പറഞ്ഞ റെയിൽവേ സ്റ്റേഷനിലോട്ട് കുറച്ച് ദൂരമൊന്നുമില്ല, ഒത്തിരി ദൂരമല്ല, നല്ല ഇച്ചിരി ഉണ്ട്. അപ്പോൾ അവിടെ ഇപ്പോൾ പെട്ടെന്ന് നമുക്ക് വണ്ടിയൊന്നും കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ കാറിൽ ഇങ്ങോട്ട് പോകുന്നു. കൂടെ നിൽക്കുന്ന നമ്മുടെ അച്ഛൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ അതിൻ്റെ ബാക്കിൽ 2-3 പേര് വേറെ ഇരിപ്പുണ്ട്. അങ്ങനെ ഗൈസ്, ഇന്നത്തെ പരിപാടി കളർഫുള്ളായി, നല്ല അടിപൊളിയായിരുന്നു. കാരണം ഈ ഓണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ആഘോഷമാണ്. എന്നെ ആരും ക്ഷണിക്കൊന്നുമില്ല, കാരണം എൻ്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയാമല്ലോ. നമ്മളപ്പോൾ എല്ലാവരും അവോയ്ഡ് ചെയ്തതാണ്, ഒഴിവാക്കിയതാണ്, എഴുതി തള്ളിയതാണ്. അപ്പം അച്ഛനൊക്കെ തന്നെ വിളിക്കുകയുള്ളൂ. അച്ഛനും അതുപോലെ തന്നെ കുറച്ച് പേരൊക്കെ നമ്മൾ പറയുന്നവർ മാത്രമേ വിളിക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ പരിപാടിക്ക് നല്ല സെറ്റപ്പായി, ഹാപ്പിയായി, കളറായി. അപ്പോൾ ഗൈസ്, അടുത്ത വീഡിയോ കാണാം. ബൈ.